നമസ്കാരം. നമ്മൾ AC സർക്യൂട്ടുകൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. മൂന്നാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞു നിർത്തിയത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂളിനെ കുറിച്ചാണ്. അതായത് എങ്ങനെയാണ് ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന രൂപത്തിൽ AC വോൾട്ടേജസിനെ വിഷ്വലൈസ് ചെയ്യുന്നതിന് കോംപ്ലക്സ് പ്ലെയിനിലും അവിടുത്തെ ഒരു കോംപ്ലക്സ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്ന വെക്ടറും നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അതിനെ നമ്മൾ ഫേസർ ഡയഗ്രാം എന്ന് വിളിച്ചു. അതായത് അവിടെ AC വോൾട്ടേജിന് ഒരു റൊട്ടേറ്റിംഗ് വെക്ടർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. ആ വെക്ടർ ഒരു കോംപ്ലക്സ് നമ്പറാണ്. അതിന് റിയൽ പാർട്ട് ഒരു ഇമാജിനറി പാർട്ട് ഉണ്ടാവും. അതിന്റെ ഇമാജിനറി പാർട്ടായിരിക്കും നമുക്ക് വേണ്ട AC വോൾട്ടേജിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു വെക്ടറാണ്. ആ വെക്ടറിന്റെ ലെങ്ത് പീക്ക് വോൾട്ടേജിന്, അതായത് ആ വോൾട്ടേജ് ആണെങ്കിൽ വോൾട്ടേജ്, കറണ്ട് ആണെങ്കിൽ കറണ്ട്, എന്തായാലും AC നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തിരിഞ്ഞ് ഉപയോഗിക്കാറുണ്ട്. ആ പീക്ക് വാല്യൂവിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ആ വെക്ടറിന്റെ ലെങ്ത് ആയിരിക്കും. അതിന്റെ ഫേസ്, ആ സമയത്തെ ഫേസിനെ റെപ്രസെന്റ് ചെയ്യുന്നത് അത് റിയൽ ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആയിരിക്കും. അപ്പോൾ അതൊരു AC വോൾട്ടേജസിനെ അനലൈസ് ചെയ്യുമ്പോൾ, AC സർക്യൂട്ടിലുള്ള വോൾട്ടേജസിനെയും കറണ്ടിനെയും ഒക്കെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഉപയോഗിക്കാവുന്ന വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗ്രാഫിക്കൽ ടൂൾ ആയിട്ടാണ് നമ്മൾ അതിനെ പരിചയപ്പെട്ടത്. അപ്പോൾ എങ്ങനെയാണ് കോംപ്ലക്സ് നമ്പറും കോംപ്ലക്സ് പ്ലെയിനും ഫേസ് ഡയഗ്രവും ഫേസർ ഡയഗ്രവും ഒക്കെ AC വോൾട്ടേജസിനെ റെപ്രസെന്റ് ചെയ്യിക്കുന്നതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാൻ. ഇനി നമുക്ക് ചില AC സർക്യൂട്ടുകളെ അനലൈസ് ചെയ്യേണ്ടത്. നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് എങ്ങനെ നമ്മൾ 3 കമ്പോണൻസിനെ കുറിച്ച് പറഞ്ഞത് കൂടി ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ ആദ്യം അതിലൊരു കമ്പോണന്റ്, സേ an AC circuit containing pure resistance only. ഇതാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. നമ്മൾ സർക്യൂട്ട് മുമ്പോട്ട് പറയാൻ പോകുന്നതിന്റെ രീതി ഇതാണ്. നമ്മൾ 3 കമ്പോണൻസിനെ കുറിച്ച് പറഞ്ഞു: റെസിസ്റ്റൻസ്, കപ്പാസിറ്റൻസ്, ഇൻഡക്റ്റൻസ്. ഇതിൽ ഓരോന്നും ഒരു സർക്യൂട്ടിൽ വരുമ്പോൾ, അല്ലെങ്കിൽ ഇവയിൽ 2 ഒരുമിച്ച് വരുമ്പോൾ, അല്ലെങ്കിൽ ഇത് 3 കൂടി ഒരുമിച്ച് വരുമ്പോൾ എങ്ങനെ ഒരു സർക്യൂട്ടിലെ കറണ്ട് വോൾട്ടേജ് തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു, എങ്ങനെയാണ് അവ ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തേത് പ്യുവർ റെസിസ്റ്റൻസ് മാത്രമുള്ള ഒരു സർക്യൂട്ട്. അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ ഒരു സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാം. സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമ്മൾ സർക്യൂട്ട് സിമ്പിൾസ് ആണ് ഉപയോഗിക്കുന്നത്. നമ്മൾ പറഞ്ഞു റെസിസ്റ്റൻസിൻ്റെ സിമ്പിൾ R ആണ്. അതിന് അക്രോസ് ആയിട്ട് നമ്മളൊരു വോൾട്ടേജ്, AC വോൾട്ടേജ് കൊടുക്കുന്നു. AC വോൾട്ടേജിൻ്റെ സിമ്പിളാണ് നമ്മളിവിടെ ഈ വരച്ചിരിക്കുന്നത്. AC വോൾട്ടേജ്, അപ്പോൾ E ആയിരിക്കും ഇവിടുത്തെ AC വോൾട്ടേജ്, R ആണ് അവിടുത്തെ റെസിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് AC സർക്യൂട്ടിൽ ഒരു റെസിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ, പ്യുവർ റെസിസ്റ്റൻസ് ഓൺലി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കറണ്ട് വോൾട്ടേജ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം ഇവിടുത്തെ AC വോൾട്ടേജിന്റെ ഫോം E ഈസ് ഈക്വൽ ടു E0 e റൈസ്ഡ് ടു jωt. ഇതൊരു കോംപ്ലക്സ് നമ്പറാണ്. ഇതിന്റെ റിയൽ പാർട്ട് അല്ല, ഇമാജിനറി പാർട്ടാണ് നമ്മൾ പൊതുവിൽ കൺവെൻഷനലി AC വോൾട്ടേജ് ആയിട്ട് എടുക്കുന്നത്. ഇമാജിനറി പാർട്ടാണെന്നുള്ള ഇനി എടുത്ത് പറയില്ല, അല്ലെങ്കിൽ നമ്മൾ എല്ലാ സ്റ്റെപ്പിലും ഇമാജിനറി എഴുതാനുള്ളത് ഒരു അസൗകര്യം കൊണ്ടാണ് നമ്മൾ ഇമാജിനറി പാർട്ട് എടുത്ത് പറയാത്തത്. പക്ഷേ അണ്ടർസ്റ്റുഡ് ആയിരിക്കണം, ഇമാജിനറി പാർട്ട് ഓഫ് ദിസ് കോംപ്ലക്സ് നമ്പർ ആണ് ഇവിടുത്തെ വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം, ഇഫ് I ഈസ് ദ കറണ്ട് ഇൻ ദ സർക്യൂട്ട്, സപ്പോസ് I ഈസ് ദ കറണ്ട് ഇൻ ദ സർക്യൂട്ട്, റെസിസ്റ്റൻസ് ആണ് അവിടെ ഉള്ളതെന്നുണ്ടെങ്കിൽ കറണ്ട് വോൾട്ടേജ് നമ്മൾ റിലേഷൻഷിപ്പ് നമുക്കറിയാം, E വിൽ ബി ഗിവൺ ബൈ R ഇൻറ്റു I, അല്ലേ? റെസിസ്റ്റൻസ് ഇൻറ്റു കറണ്ട് വിൽ ഗിവ് യു ദ EMF. അപ്പോൾ അല്ലെങ്കിൽ അതിന് നമുക്ക് എങ്ങനെ എഴുതാം? R ഇൻറ്റു I, റൈറ്റ് ഹാൻഡ് സൈഡ് ഇക്വേറ്റ് ചെയ്താൽ R ഇൻറ്റു I ഈസ് ഈക്വൽ ടു E0 e റൈസ് ടു jωt, അല്ലെങ്കിൽ I ഈസ് ഈക്വൽ ടു E0 ബൈ R e റൈസ് ടു jωt. E0 എന്ന് പറഞ്ഞാൽ പീക്ക് വാല്യൂ ഓഫ് വോൾട്ടേജ് ആണ്. അത് ഒരു സർക്യൂട്ടിൽ എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ഒരു പർട്ടിക്കുലർ വോൾട്ടേജിന് അത് എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. R റെസിസ്റ്റൻസ് ആണ്, അതും ഐഡിയൽ കണ്ടീഷനിൽ കോൺസ്റ്റന്റ് ആയിരിക്കും. സോ E0 by R can be replaced by another quantity called I0, where I0 is the peak value of current given by I0 is equal to E0 by R. Okay. അപ്പോൾ അവിടുത്തെ കറണ്ടിന്റെ ഫോം ഇത് അവിടുത്തെ മാക്സിമം കറണ്ട് ആണ്, അല്ലെങ്കിൽ പീക്ക് വാല്യൂ ഓഫ് കറണ്ട് ആണ് I0 എന്ന് പറയുന്നത്. ദാറ്റ് വിൽ ബി എ റേഷ്യോ ഓഫ് E0 ആൻഡ് R.
അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കറണ്ട് വോൾട്ടേജും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഓൾറെഡി നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ശരിക്കും ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇ എം എഫ് എന്ന് പറയുന്നത് അത് ജസ്റ്റ് അടുത്തടുത്ത് എഴുതുമ്പോൾ ആ കമ്പാരിസൺ കംപ്ലീറ്റ് ആവും. E0 e⁻j⍵t ആണ് ഇ എം എഫ്, I0 e⁻j⍵t ആണ് ഇവിടുത്തെ കറന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാം? രണ്ടും സൈനുസോയിഡലി വേരിയിങ് ക്വാണ്ടിറ്റീസ് ആണ് നമുക്കറിയാം. അപ്പോൾ ആദ്യം നമുക്കൊരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ എങ്ങനെ വരയ്ക്കാം എന്ന് നോക്കാം. ഇത് എക്സ് ആക്സിസും ഇത് വൈ ആക്സിസും ആണ് ഇത്. ഓക്കെ, സോ ദിസ് ഈസ് ω_t, ദിസ് ഈസ് E or I. കറണ്ടും വോൾട്ടേജും നമ്മൾ എക്സ് ആക്സിൽ പ്ലോട്ട് ചെയ്യാറുണ്ട്. നമുക്കറിയാം വോൾട്ടേജിന്റെ വാല്യൂ E0 sin ω_t വിൽ ബി നോർമൽ സൈൻ വേവ് വിത്ത് പീക്ക് അറ്റ് E0 അല്ലെ. ഇനി കറണ്ടിന്റെ പ്രത്യേകത എങ്ങനെയാണ്? കറണ്ടും അതുപോലെ തന്നെയാണ് വേരി ചെയ്യുന്നത് അല്ലെ. ω_t ഈ I0 e⁻j⍵t ആണ്. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, പീക്ക് ഇവിടെ I0 ആണ്. അപ്പോൾ I0 വെച്ച് റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഓൺലി തിങ് ഈസ് ഹൈറ്റ് വിൽ ബി ലെസ് കമ്പയർഡ് ടു V0. അപ്പോൾ ഇങ്ങനെയായിരിക്കും അവിടെ കറണ്ടിന്റെ വേരിയേഷൻ വരുന്നത്. ഇവിടുത്തെ ഈ ω_tയുടെ വേരിയസ് വാല്യൂസ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. സോ ദിസ് പോയിന്റ് വിൽ ബി π, that is half cycle, and this point will be 2π, that is the full cycle. അപ്പോൾ ഫുൾ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ മുതൽ ഇവിടം വരെയാണ് അതിൻ്റെ ഫുൾ സൈക്കിൾ എന്ന് പറയുന്നത്. അവിടുത്തെ AC വോൾട്ടേജിന്റെ വേരിയേഷൻ ആണ് ഈ കറുത്ത സൈൻ വേവ്, കറണ്ടിന്റെ വേരിയേഷൻ ആണ് ഈ ഡോട്ടഡ് റെഡ് സൈൻ വേവ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്ന ഒരു പ്രയോഗം, അതായത് ഇവിടെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും വോൾട്ടേജ് 0 ആകുന്നിടത്താണ് കറണ്ട് 0 ആകുന്നത്. ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വോൾട്ടേജ് 0 ആകുന്നിടത്ത് കറണ്ട് 0 ആകും. വോൾട്ടേജിന്റെ പീക്ക് വരുന്നിടത്ത് തന്നെയാണ് കറണ്ടിന്റെയും പീക്ക് വരുന്നത് π/2 അല്ലേ. കാരണം e⁻j⍵t മാക്സിമം ആവുന്നത് ω_t π/2 ആകുമ്പോഴാണ്. അവിടെ തന്നെയാണ് I0 e⁻j⍵t മാക്സിമം ആവുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്ക്, ഈ പരസ്പര ബന്ധത്തെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് കറന്റ് ഈസ് ഇൻ ഫേസ് വിത്ത് വോൾട്ടേജ് എന്നുള്ളതാണ്. കറണ്ട് ഈസ് ഇൻ ഫേസ് വിത്ത് വോൾട്ടേജ്, അതായത് കറണ്ട് 0 ആകുമ്പോഴാണ് വോൾട്ടേജ് 0 ആകുമ്പോഴാണ് കറണ്ട് 0 ആകുന്നത്, വോൾട്ടേജ് മാക്സിമം ആകുമ്പോഴാണ് കറണ്ട് മാക്സിമം ആകുന്നത്. ആ ക്വാണ്ടിറ്റിയാണ് നമ്മൾ, ആ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ കറണ്ട് ഈസ് ഇൻ ഫേസ് വിത്ത് വോൾട്ടേജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഒരു പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ട്, റെസിസ്റ്റൻസ് മാത്രമുള്ള ഒരു സർക്യൂട്ടിന്റെ പ്രത്യേകതയായിട്ടാണ് നമ്മളിവിടെ പറയുന്നത്. ഇനി ഇതേ കാര്യം ഫേസർ ഡയഗ്രം ഉപയോഗിച്ച് നമുക്ക് പറയാൻ പറ്റും. ഫേസർ ഡയഗ്രം ഉപയോഗിച്ച് വരച്ചാൽ, ഇഫ് ദിസ് ഈസ് say is the real axis and this is imaginary axis, ഇവിടെ വോൾട്ടേജിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് E0 ലെങ്ത് ഉള്ള ഒരു വെക്ടറാണ് അല്ലേ. സോ ദിസ് ഈസ് ദ വോൾട്ടേജ് E0 ലെങ്ത് മേക്കിംഗ് an angle ω_t with the real axis. കറണ്ട് എങ്ങനെ ഇരിക്കും? കറണ്ടിനും ഇതേ ഫേസ് ആണ്, പക്ഷെ ഡിഫറൻറ്റ് ലെങ്ത് ആണ്. അപ്പോൾ കറണ്ടിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് മറ്റൊരു വെക്ടർ വിത്ത് ലെങ്ത് I0 മേക്കിംഗ് ദ സെയിം ആംഗിൾ ω_t വിത്ത് ദ റിയൽ ആക്സിസ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒറിജിന് നമുക്കിവിടെ O എന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ശരിക്കും ഇതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം this is the phasor diagram of the situation. Phasor diagram of the situation. Okay. And what is this? This is the waveform representation of the situation. നമ്മൾ പൊതുവിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുമ്പോൾ ഒരു സർക്യൂട്ടിനെ കുറിച്ച്, അത് റെസിസ്റ്റൻസ് മാത്രമുള്ളതാകാം, ഇൻഡക്റ്റൻസ് മാത്രമുള്ളതാകാം, രണ്ടും കൂടെ ചേർന്നുള്ളതാകാം, അതിനെക്കുറിച്ച് എഴുതുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അതിൻ്റെ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ മാത്തമാറ്റിക്കലി ഡിറൈവ് ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയും വേരിയേഷൻ ഈ വേവ് ഫോമിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വരച്ച് കാണിക്കുന്നു. അതിനുശേഷം നമ്മൾ അതിൻ്റെ ഫേസർ ഡയഗ്രത്തിൽ ആ രണ്ട് വെക്ടറുകളും എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് കാണിക്കുന്നു. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അടുത്ത വേറൊരു ഡിഫറൻറ്റ് സിറ്റുവേഷൻ വരുമ്പോഴായിരിക്കും നമുക്കത് കുറച്ചുകൂടി കൃത്യമായിട്ട് മനസ്സിലാകുന്നത്. അപ്പോൾ എന്താണ് ഫേസർ ഡയഗ്രത്തിൻ്റെ പ്രാധാന്യം, എന്താണ് വേവ് ഫോം വരയ്ക്കുന്നതിൻ്റെ പ്രാധാന്യം എന്നുള്ളത് അടുത്ത ഒരു
കേസ് പറയുമ്പോൾ നമുക്ക് കൂടുതൽ ക്ലിയർ ആവും. അപ്പോൾ നമുക്ക് ഇപ്പോൾ പറഞ്ഞത് റെസിസ്റ്റീവ് സർക്യൂട്ടാണ്, റെസിസ്റ്റൻസ് മാത്രമുള്ള ഒരു AC സർക്യൂട്ടിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി നമുക്ക് രണ്ടാമത്തെ മറ്റൊരു സർക്യൂട്ടിലേക്ക് പോകാം. അത് ഇൻഡക്റ്റൻസ് മാത്രമുള്ള, ഇൻഡക്റ്റൻസ് ഓൺലി, ഇൻഡക്റ്റൻസ് മാത്രമുള്ള ഒരു സർക്യൂട്ടിൽ ഇതേ സിറ്റുവേഷൻ എങ്ങനെയായിരിക്കും എന്നാണ് നമുക്കറിയാം. അപ്പോൾ ഇൻഡക്റ്റൻസിൻ്റെ സർക്യൂട്ട് സിമ്പിൾ നമുക്ക് ആദ്യം വരയ്ക്കാം. കോയിലാണ്, അതിനെ നമ്മൾ L എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യും. സെയിം ഒരു AC വോൾട്ടേജ് സോഴ്സ് ഉണ്ട്. ദിസ് ഈസ് ദ സിമ്പിൾ ഓഫ് AC വോൾട്ടേജ് സോഴ്സ് E. അപ്പോൾ നമ്മൾ വി ഹാവ് കണക്റ്റഡ് ആൻ ഇൻഡക്റ്റൻസ് ഇൻ സീരീസ് വിത്ത് എ വോൾട്ടേജ് സോഴ്സ്, ആൻ AC വോൾട്ടേജ് സോഴ്സ് E. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ട്. ഇനി ഇവിടുത്തെ കറണ്ട് എങ്ങനെയാണെന്ന് നമുക്കറിയാം. നമുക്ക് തുടക്കം സെയിം ആണ്. വോൾട്ടേജിന്റെ ഫോം E ഈസ് ഈക്വൽ ടു E0 e റൈസ് ടു jωt അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അറ്റ് എനി ഇൻസ്റ്റന്റ് t സേ കറണ്ട് എന്ന് പറയുന്നത് I ആണെന്ന് കരുതുക. സോ ദിസ് ഈസ് ദ കറണ്ട് ഇൻ ദ സർക്യൂട്ട് I. ഓക്കെ, അപ്പോൾ ഈ കറണ്ട് ഒരു ഇൻഡക്റ്റൻസിലൂടെ കടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ട്. നമുക്ക് അതിനെ ഇൻഡ്യൂസ്ഡ് എന്ന് വിളിക്കും. ഇൻഡ്യൂസ്ഡ് EMF അതെന്തായിരിക്കും? അത് അക്കോർഡിംഗ് ടു ഫാരഡേ ലെൻസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ദാറ്റ് വിൽ ബി ഈക്വൽ ടു L ഇൻറ്റു di/dt. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ അത് കറണ്ടിന്റെ റേറ്റ് ഓഫ് ചേഞ്ചിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. കോൺസ്റ്റന്റ് പ്രൊപ്പോർഷണാലിറ്റി ആണ് നമ്മളവിടെ ഇൻഡക്റ്റൻസ് എന്ന് പൊതുവിൽ വിളിക്കുന്നത്. അപ്പം നമുക്കറിയാം ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഓൾവേസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടു ദ അപ്ലൈഡ് EMF. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് E മൈനസ് L ഇൻറ്റു di/dt ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്ലൈങ് കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ. ഈയുടെ ഫോം നമുക്കറിയാം, ഇറ്റ് ഈസ് E0 e റൈസ് ടു jωt മൈനസ് L ഇൻറ്റു di/dt ഈക്വൽ ടു 0. അല്ലെങ്കിൽ di/dt is equal to E0 e raised to jωt. ഈ L അപ്പുറത്ത് പോകുമ്പോൾ E0/L e raised to jωt. Okay, slightly rearranging, you will get di is equal to E0/L e raised to jωt dt. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ we will get the current അല്ലേ? ഇന്റഗ്രൽ di will give you the current I. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ I is equal to E0 integral E0/L e raised to jωt dt. E0 L ഒക്കെ കോൺസ്റ്റന്റ് ആണ്. ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് E0 e raised to jωt divided by L അവിടെ ഉണ്ട്. e raised to jωt യുടെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് e raised to jωt divided by j omega ആണ്. So you get E0 e raised to jωt by L into j omega. ഒന്ന് റീഅറേഞ്ച് ചെയ്യാൻ ശ്രമിക്കാം. അങ്ങനെയെങ്കിൽ I is equal to E0/jL omega e raised to j omega t. ഓക്കെ, നമ്മളുടെ മുമ്പിലുള്ള കറണ്ടിന്റെ വാല്യൂ EMFന്റെ വാല്യൂ നമ്മൾ ഇവിടെ എഴുതാം. E is equal to E0 e raised to j omega t. ഇനി ഇതിനെ നമുക്ക് തമ്മിൽ ഇതിനെയും കറണ്ടിനെയും വോൾട്ടേജിനെയും തമ്മിൽ കമ്പയർ ചെയ്യേണ്ടതുണ്ട്. പക്ഷെ ഒരു കുഴപ്പമുള്ളത്, നേരത്തെ റെസിസ്റ്റീവ് സർക്യൂട്ടിന്റെ കാര്യത്തിൽ അവിടുത്തെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് പ്യൂർലി ഒരു റിയൽ ക്വാണ്ടിറ്റി ആയിരുന്നു. പക്ഷെ ഇവിടെ അതും ഒരു കോംപ്ലക്സ് ക്വാണ്ടിറ്റിയാണ്. നമുക്ക് കാണാം ഒരു j അവിടെ വരുന്നു എന്ന് കാണാൻ പറ്റും അല്ലേ? അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഒരു കാര്യം പിടികിട്ടും. അതിന് നമുക്ക് E0 e raised to j omega t by j into L omega എന്ന് എഴുതിയാൽ ദിസ് ഈസ് ബേസിക്കലി ഈക്വൽ ടു E/jL omega അല്ലേ? അപ്പോൾ ഇവിടെ I is equal to E/R വരേണ്ട സ്ഥാനത്ത് ഈ ക്വാണ്ടിറ്റിയാണ് ഇവിടെ റെസിസ്റ്റൻസിന്റെ സ്ഥാനത്ത് വരുന്നത് അല്ലേ? ഈ ക്വാണ്ടിറ്റി ദിസ് ഈസ് ഇൻ പ്ലേസ് ഓഫ് റെസിസ്റ്റൻസ് വന്ന സ്ഥാനത്ത് ഇവിടെ നമുക്ക് JL omega എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് കിടക്കുന്നത്. അപ്പൊ ഇവിടെ ഈ JL omega എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ആണ് കറണ്ടിന് ഒരു തടസ്സം സൃഷ്ടിക്കുന്നത്. അത് റെസിസ്റ്റൻസ് അല്ല. ഇവിടെ AC കമ്പോണന്റ് ആണ്, ഇവിടെ ഒരു ഇൻഡക്റ്റൻസ് ആണുള്ളത്. ഈ ക്വാണ്ടിറ്റിയെ നമ്മൾ വിളിക്കുന്നത്
റിയാക്റ്റൻസ് എന്നാണ്. റിയാക്റ്റൻസ് അതിനെ നമ്മൾ എക്സ് എന്ന് പറയുന്ന സിമ്പിൾ കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. നമ്മൾ മുമ്പോട്ട് കപ്പാസിറ്റൻസിനെ കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാവും കപ്പാസിറ്റൻസും ഇതുപോലെ ഒരു കമ്പോണന്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കപ്പാസിറ്റൻസിന്റെ റിയാക്റ്റൻസിനെയും ഇൻഡക്ടൻസിന്റെ റിയാക്റ്റൻസിനെയും വേർതിരിച്ചറിയുന്നതിന് വേണ്ടി നമ്മളൊരു സബ്സ്ക്രിപ്റ്റ് ഉപയോഗിക്കും. സോ ഹിയർ വി യൂസ് ദ സബ്സ്ക്രിപ്റ്റ് XL. അപ്പോൾ XL നമ്മൾ വിളിക്കുന്നത് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്നാണ്. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് കപ്പാസിറ്റൻസിന്റെ സ്ഥാനത്താണെങ്കിൽ അവിടെ XC ആയിരിക്കും ഉപയോഗിക്കുന്നത്. അതിനെ നമ്മൾ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്ന് വിളിക്കും. നേരത്തെ റെസിസ്റ്റൻസ് മാത്രമുള്ള സർക്യൂട്ടിൽ റെസിസ്റ്റർ R ചെയ്ത അതേ റോൾ ഇവിടെ വഹിക്കുന്നത് JL ഒമേഗ എന്ന് പറയുന്ന ഈ ക്വാണ്ടിറ്റിയാണ്. അതിനെയാണ് നമ്മൾ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്ന് വിളിക്കുന്നത്. പക്ഷെ ഇവിടെ കറണ്ടിനെയും വോൾട്ടേജിനെയും നമ്മൾ നേരിട്ട് കമ്പയർ ചെയ്യുന്നതിനുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് നേരത്തെ ആറിന്റെ സ്ഥാനത്തുള്ളത് റിയൽ ക്വാണ്ടിറ്റി മാത്രമാണ്. അത് കംപ്ലീറ്റ്ലി റിയൽ ക്വാണ്ടിറ്റിയാണ്. ഇവിടെ ഒരു J അതിന്റെ കൂടെ ഉള്ളതുകൊണ്ട് ഇറ്റ് ഇസ് നോട്ട് കംപ്ലീറ്റ്ലി റിയൽ ക്വാണ്ടിറ്റി. അപ്പോൾ ആ ക്വാണ്ടിറ്റി കമ്പാരിസന്റെ എളുപ്പത്തിന് വേണ്ടി നമ്മൾ ചെറിയ ചില ചേഞ്ചസ്, ചില അഡ്ജസ്റ്റ്മെന്റുകൾ കൂടി ഇക്വേഷനിൽ വരുത്തുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇതിന്റെ നേച്ചറിനെ കുറിച്ചിട്ടുള്ള ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടും. അവിടെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് നമ്മൾ ആ കറണ്ടിന്റെ റിലേഷൻ ഒരിക്കൽ കൂടെ എഴുതുന്നു. I is equal to E0 by JL omega e raised to J omega t. ഓക്കെ, ഇനി നമ്മൾ ചില കാര്യങ്ങൾ ഓർമ്മിക്കേണ്ടതുണ്ട്. വാട്ട് ഈസ് 1/J? 1/J എന്ന് പറയുന്നത് നമുക്ക് നമുക്കതിനെ J/J² എഴുതാം അല്ലെ. മുകളിൽ താഴെ J കൊണ്ട് മൾട്ടിപ്ലൈ ആയാൽ becomes J/J². J² is -1, so it is J/-1. J/-1 is nothing but -J അല്ലെ. അപ്പോൾ 1/J is effectively equal to -J. ഇനി what is e raised to J/2? ഓയിലർ ഐഡന്റിറ്റി വെച്ച് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ e raised to J/2 എന്ന് പറഞ്ഞാൽ cos π/2 പ്ലസ് J sin π/2 ആണ് അല്ലെ. cos π/2 0 ആണ്, sin π/2 1 ആണ്. സോ 0 പ്ലസ് J will give you J. അപ്പോൾ ശരിക്കും e raised to J/2 എന്ന് പറയുന്നത് J തന്നെയാണ്. അങ്ങനെയെങ്കിൽ e raised to -J/2 will be equal to -J അല്ലേ. അപ്പോൾ -J നമുക്ക് e raised to -J/2 കൊണ്ട് റീപ്ലേസ് ചെയ്യാം. -J is nothing but 1/J അല്ലേ. അപ്പോൾ നമുക്കിവിടെ E0/JL ഒമേഗയിൽ ഒരു 1/J ഉണ്ട്. ഈ ക്വാണ്ടിറ്റി, ദിസ് ക്വാണ്ടിറ്റി, ഇതാണ് നമ്മൾ -J എന്ന് പ്രൂവ് ചെയ്തത്. ആ -J ആണ് e raised to -J/2 നമ്മൾ പ്രൂവ് ചെയ്തത്. സോ ദിസ് ഇക്വേഷൻ ക്യാൻ ബി നൗ മോഡിഫൈഡ് ടു റൈറ്റ് ദസ്. ദിസ് ബിക്കംസ് E0/L omega e raised to J omega t e raised to -J/2 അല്ലേ. or E0/L omega e raised to J omega t -π/2 എന്നതിനെ എഴുതാം. ഓക്കെ, അപ്പോൾ now the equation is of the form I is equal to I0 e raised to J omega t -π/2. okay, whereas E is of the form E0 e raised to J omega t. ഇനി ഇത് തമ്മിൽ കമ്പയർ ചെയ്യാൻ നമുക്ക് എളുപ്പമാണ് അല്ലേ. കാരണം പീക്ക് വാല്യൂ ഇവിടെ ഉണ്ട്, ഫേസിലുള്ള വ്യത്യാസം എവിഡന്റ് ആണ്. ഫേസ് എന്ന് പറഞ്ഞാൽ ദ ആംഗിൾ ഇറ്റ് മേക്സ് വിത്ത് ദ റിയൽ ആക്സിസ് ഈസ് ഡിഫറെന്റ്. അത് AC വോൾട്ടേജിന്റെ കേസിൽ ഒമേഗ ടി ആണ് അവിടുത്തെ ആംഗിൾ എങ്കിൽ ഇവിടെ ഒമേഗ ടി -π/2 ആണ് അല്ലെ. ആംഗിളിൽ π/2ന്റെ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, ഇതിനെ നമ്മൾ വിളിക്കുന്നത്, സോ ദ കറണ്ട്, ഈ സിറ്റുവേഷനെ നമ്മൾ വിളിക്കുന്നത് കറണ്ട് ലാഗ്സ് ബിഹൈൻഡ് വോൾട്ടേജ്. കറണ്ട് ലാഗ്സ് ബിഹൈൻഡ് വോൾട്ടേജ് നമുക്കിവിടെ കാണാൻ പറ്റും അല്ലെ. കറണ്ട് വോൾട്ടേജ് e raised to J omega t ആണെങ്കിൽ കറണ്ട് e raised to J omega t -π/2 എന്ന് പറയുന്ന ഫേസിലാണ് ഉള്ളത്. അപ്പോൾ ഇതിന്റെ വേവ് ഫോമും അതിന്റെ ഫേസർ ഡയഗ്രവും നമുക്കിനി വരയ്ക്കാൻ പറ്റും. ഇനി അങ്ങോട്ട് ഇത് അണ്ടർസ്റ്റുഡ് ആയിരിക്കണം. നമ്മൾ സ്ഥിരം ഉപയോഗിക്കാൻ പോകുന്ന ഒരു ക്വാണ്ടിറ്റിയാണ്
So if this is the phasor diagram, നമുക്ക് കറണ്ടിനെ വോൾട്ടേജിനെ റെപ്രസെന്റ് ചെയ്യാൻ ഇങ്ങനെ ഒരു E0 എന്ന് പറയുന്ന ഒരു വെക്ടർ ഉപയോഗിക്കുന്നു. ആ E0 റിയൽ ആക്സിസുമായിട്ട് ഒമേഗ ടി ആംഗിൾ ഉണ്ടാക്കുന്നു. അങ്ങനെയെങ്കിൽ കറണ്ട് എങ്ങനെ ഇരിക്കും? കറണ്ട് ഇതുമായിട്ട് 90 ഡിഗ്രി ആംഗിൾ ഉണ്ടാക്കുന്ന വേറൊരു വെക്ടർ ആയിരിക്കും. സോ ദിസ് ആംഗിൾ വിൽ ബി π/2 അല്ലേ? അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കറണ്ട് ലാഗ്സ് ബിഹൈൻഡ് വോൾട്ടേജ്. ഒമേഗ ടിയിൽ നിന്നും π/2 കുറച്ചാൽ എത്ര കിട്ടുമോ ആ ആംഗിൾ അല്ലേ, ഈ ആംഗിളാണ് ശരിക്കും നമുക്ക് അത് റിയൽ ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ, അതിന്റെ ഫേസ് നമുക്ക് പറയാം. അപ്പോൾ ദിസ് ഈസ് ദ ഫേസർ ഡയഗ്രാം കറസ്പോണ്ടിങ് ടു എ സി വോൾട്ടേജ്. ശ്രദ്ധിക്കേണ്ടത് ഇത് കറണ്ട് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത് നമ്മൾ ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണെന്ന് പറഞ്ഞത് ഇവിടെ പ്രത്യേകം ഓർക്കണം. കാരണം ഈ വെക്ടേഴ്സ് എല്ലാം ക്ലോക്ക് വൈസ് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് E0യുടെ പിറകിലാണ് I0 ഉള്ളതെന്ന് കാണാൻ പറ്റും അല്ലെ. P0 റൊട്ടേറ്റ് ചെയ്യുന്ന അതേ സ്പീഡ് ഒമേഗ സെയിം ആണ്, അതേ ആംഗിൾ സ്പീഡിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, പക്ഷേ അത് π/2 ഡിഗ്രി ബിഹൈൻഡ് ആണ്. സോ ദാറ്റ് ഇസ് വൈ വി കോൾ കറണ്ട് ലാഗ്സ് ബിഹൈൻഡ് വോൾട്ടേജ്. ഇതേ കാര്യത്തിന്റെ വേവ് ഫോം വരച്ചു കഴിഞ്ഞാൽ അപ്പോൾ എങ്ങനെ ഇരിക്കും? വേവ് ഫോം വരയ്ക്കാൻ ആ സൈനസോയിഡൽ വേവ് ഫോം ആണ് നമുക്ക് വരയ്ക്കേണ്ടത്. ഇഫ് ദിസ് ഈസ് ഹൗ വി റെപ്രസെന്റ് ടി ഇ ഓർ വി, ഇ ഓർ ഐ കറണ്ട് വോൾട്ടേജും ആണ് നമ്മൾ എക്സ് ആക്സിൽ എടുക്കുന്നത്. ഇയുടെ ഫോം നമുക്കറിയാം, ഇ വിൽ ബി എ നോർമൽ സൈൻ വേവ്. വോൾട്ടേജ് പക്ഷെ കറണ്ട് പക്ഷെ എങ്ങനെയാണ്? കറണ്ട് ആക്ച്വലി ലാഗ്സ് ബിഹൈൻഡ്. കറണ്ട് ഇവിടെ നിന്ന് തുടങ്ങുന്നേ ഉള്ളൂ. സോ ദിസ് കറണ്ട് വിൽ this will be I and this will be voltage E. ഓക്കെ, അപ്പോൾ നമ്മൾ ഫേസർ ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക കറണ്ട് ലാഗ്സ് ബിഹൈൻഡ് വോൾട്ടേജ്. ഫേസ് മാത്രം അടയാളപ്പെടുത്തുമ്പോൾ പലപ്പോഴും നമ്മൾ ഇങ്ങനെ ഒരു ഗ്രാഫോട് വരയ്ക്കാറുണ്ട്. ഇഫ് ദിസ് ഈസ് വോൾട്ടേജ്, ദിസ് ഈസ് കറണ്ട് and the angle being π/2 or 90 degree. അപ്പോൾ വോൾട്ടേജ് എത്രയാണോ അതിനേക്കാളും 90 ഡിഗ്രി താഴെയായി, 90 ഡിഗ്രി ബിഹൈൻഡ് ആയിരിക്കും കറണ്ടിന്റെ വേരിയേഷൻ. എവിടെയാണ്? ഇൻ എ പ്യൂർലി ഇൻഡക്റ്റീവ് സർക്യൂട്ട്. Now what about a purely capacitive circuit? നമുക്കിനി ഒരു പ്യുവർ കപ്പാസിറ്റി സർക്യൂട്ട് ആണെങ്കിൽ എന്ത് വ്യത്യാസം വരും എന്ന് നോക്കണം. മൂന്നാമത്തെ കണ്ടീഷൻ കപ്പാസിറ്റൻസ് ഓൺലി. കപ്പാസിറ്റൻസ് മാത്രമുള്ള ഒരു സർക്യൂട്ടാണ് എന്നുണ്ടെങ്കിൽ ആ സർക്യൂട്ട് എങ്ങനെ ബിഹേവ് ചെയ്യും? അപ്പോൾ നമുക്കതിന് പഴയപടി സർക്യൂട്ട് ഡയഗ്രാം നമുക്ക് വരയ്ക്കാം. സർക്യൂട്ട് ഡയഗ്രത്തിൽ കപ്പാസിറ്റൻസിന്റെ സിമ്പിൾ ഇങ്ങനെയാണ് ഇരിക്കുക. എന്നിട്ട് അതിനെ നമ്മൾ ഒരു AC സോഴ്സുമായിട്ട് കണക്ട് ചെയ്യുന്നു. AC source. So capacitance C, EMF, AC EMF E. So if the current in the circuit is I, ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം എഴുതാൻ കഴിയുന്നത് സെയിം സിറ്റുവേഷൻ നമുക്കറിയാം. വോൾട്ടേജ് E is of the form E0 e raised to j omega t. ഇനി കപ്പാസിറ്റൻസിലെ ഒരു ഇക്വേഷൻ നമുക്കറിയാം. കപ്പാസിറ്റൻസിലെ ചാർജ് Q is equal to കപ്പാസിറ്റൻസ് C ഇൻറ്റു വോൾട്ടേജ് E അല്ലേ. Q is equal to CV. ഇവിടെ വീഡ്സ് ആണ്, നമ്മൾ വോൾട്ടേജിന് E എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. EMF എന്ന അർത്ഥത്തിൽ EMF E ആണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് CE എന്ന് എഴുതാം. Q is equal to C or it is equal to C ഇൻറ്റു E0 e raised to j omega t എന്ന് എഴുതാം. ഓക്കെ, ഇനി കറണ്ടും ചാർജും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? കറണ്ട് I is equal to റേറ്റ് ഓഫ് ചാർജ് ചേഞ്ച് ഇൻ ചാർജ് dq or dq by dt അല്ലേ. അപ്പോൾ ക്യൂവിന്റെ വാല്യൂ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ d/dt ഓഫ് C E0 e raised to j omega t. അതാണ് നമുക്ക് ഇവിടെ വേണ്ട കറണ്ട് എന്ന് പറയുന്നത് അല്ലേ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു C
E0 e raised to j omega t ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഇൻറ്റു ജെ ഒമേഗ, ഓർ ഇൻ അതർ വേർഡ്സ് ജെ ഇൻറ്റു ഒമേഗ സി E0 e raised to j omega t എന്ന് നമുക്ക് കിട്ടും. So this is the relationship for, this is the expression for current. Okay, current I is equal to j omega c E0 e raised to j omega t എന്ന് കിട്ടും. ഓക്കെ, ഇതിനെ സ്ലൈറ്റ്ലി ഒന്ന് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ റൈറ്റ് E0 by 1 by j omega c e raised to j omega t. നമുക്ക് വേണ്ടത് വോൾട്ടേജ് ബൈ സം ക്വാണ്ടിറ്റി എന്ന അർത്ഥത്തിൽ കറണ്ടിനെ റെപ്രസെന്റ് ചെയ്യണം. അപ്പോൾ എന്നാലാണ് ആ ക്വാണ്ടിറ്റിയെ നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ജെ ഒമേഗ സി എന്ന് പറയുന്ന ക്വാണ്ടിറ്റി നമ്മൾ താഴെ കൊണ്ടുപോയി E0 by 1 by j omega c എന്ന് എഴുതി അല്ലേ. E0 by 1 by j omega c e raised to j omega t. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ റെസിസ്റ്റൻസ് ചെയ്ത റോള് ഈ 1 by j omega t, 1 by j omega c അല്ല, t അല്ല, c എന്ന സിമ്പിൾ എന്ന ക്വാണ്ടിറ്റിയാണ് ഇവിടെ നമുക്ക് നേരത്തെ റെസിസ്റ്റൻസ് ചെയ്ത റോൾ ചെയ്യുന്നത്. സോ ഇതിനെ നമ്മൾ വിളിക്കുന്നത് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്നാണ്. കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്, അല്ലെങ്കിൽ അതിനെ നമ്മൾ XC എന്ന് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, ഇനി നേരത്തെ ചെയ്തതുപോലെ നമുക്ക് ഇതിന്റെ ഫേസ് റിലേഷൻഷിപ്പ് അറിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചെയ്ത അതേ കാര്യം ഇവിടെ നമ്മൾ ആവർത്തിക്കാൻ പോവുകയാണ് അല്ലേ. ഈ 1 by j omega c യെ നമ്മൾ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് j E0 by 1 by omega c. j E0 divided by j omega, j E0 divided by 1 by omega c e raised to j omega t എന്ന് എഴുതും. ഓക്കെ, j നമ്മൾ നേരത്തെ എഴുതിയതുപോലെ e raised to j pi by 2 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. 1 by omega c e raised to omega j omega t into e raised to j pi by 2. നേരത്തെ മൈനസ് ജെയുടെ സ്ഥാനത്ത് e raised to j omega t into e raised to j pi by 2. ഓക്കെ, ഇനി നമ്മളിവിടെ വരയ്ക്കാനുള്ള സൗകര്യത്തിന് ഈ 1 by ഒമേഗ സി എ നമ്മൾ XC എന്ന് തന്നെ ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നു കരുതാം. സോ ദാറ്റ് വിൽ ഗിവ് യു E by XC into e raised to j into omega t plus pi by 2 എന്ന് എഴുതാം. ഇനി ഇതിനെ നമുക്ക് I is equal to I0 e raised to j omega t plus pi by 2 എന്ന് എഴുതിയിട്ട് നമ്മളുടെ ഒറിജിനൽ എക്സ്പ്രഷൻ ഫോർ EMF E is equal to E0 e raised to j omega t ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇൻഡക്റ്റൻസ് സർക്യൂട്ടിൽ ചെയ്തതുപോലെ നമുക്ക് റെഡി ആയിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ വോൾട്ടേജ് മൈനസ് പൈ ബൈ 2, കറണ്ട് മൈനസ് പൈ ബൈ 2 ആണെങ്കിൽ ഇവിടെ അത് പ്ലസ് പൈ ബൈ 2 ആണെന്ന് കാണാം. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവിടെ കറണ്ട് ലീഡ്സ് വോൾട്ടേജ് ബൈ പൈ ബൈ 2 എന്ന് കാണാം. കറണ്ട് ലീഡ്സ് വോൾട്ടേജ് ബൈ പൈ ബൈ 2 എന്ന് നമുക്ക് ഇവിടെ നിന്ന് റെഡിലി കാണാൻ പറ്റും. ഇതൊരു ഫേസർ ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ ഇരിക്കും ഇത് ഫേസർ ഡയഗ്രത്തിൽ? If you write this on a phasor diagram, and if this is E0 making an angle omega t with the real axis, എങ്ങനെയായിരിക്കും അതിൻ്റെ കറണ്ടിൻ്റെ പൊസിഷൻ? കറണ്ട് എപ്പോഴും ഈ E0 എന്ന് പറയുന്ന വെക്ടറിന് പൈ ബൈ 2 ഡിഗ്രി എഹെഡ് ആയിരിക്കും. So this is pi by 2 degree ahead of our voltage vector E0. So this is the real axis and this is the imaginary axis, and this is how
the phasor diagram will look like. ഇനി ഇതേ കാര്യം verb formൽ വരയ്ക്കാം. verb formൽ വരയ്ക്കുമ്പോൾ so if this is how the AC voltage varies, current will vary like this. Okay, അപ്പോൾ കറണ്ട് മാക്സിമം ആവുന്നത് വോൾട്ടേജ് 0 ആകുമ്പോഴാണ്. അതിൻ്റെ അർത്ഥം വോൾട്ടേജ് 0 ആയിരിക്കുമ്പോൾ തന്നെ കറണ്ട് മാക്സിമത്തിൽ എത്തിക്കഴിയും. സോ അതിൻ്റെ അതാണ് നമ്മൾ നേരത്തെ കറണ്ട് ലീഡ്സ് വോൾട്ടേജ് എന്നുകൊണ്ട് റെപ്രസെൻറ്റ് ചെയ്തു. സോ ദിസ് ഈസ് ഹൗ ആ റെഡ് സൈൻ വേവ് എന്ന് പറയുന്നത് കറണ്ടിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ബ്ലാക്ക് കളർ സൈൻ വേവ് എന്ന് പറയുന്നത് റെപ്രസെൻറ്റ്സ് EMF E. ഇനി ഇതേ കാര്യം തന്നെ നമുക്ക് ഇങ്ങനെയും റെപ്രസെൻറ്റ് ചെയ്യാം. ഇഫ് E ഈസ് ദ വോൾട്ടേജ്, കറണ്ട് ഈസ് എ ഹെഡ് ഓഫ് വോൾട്ടേജ് ബൈ π/2 റേഡിയൻ. അപ്പോൾ ഇങ്ങനെ നമുക്കതിൻ്റെ 3 കമ്പോണൻസിനെ കുറിച്ച് നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞു. അതിൽ ഒന്നാമത്തേത് സോ ഇറ്റ് ഈസ് റെസിസ്റ്റൻസ് R. അവിടെ കറണ്ടും വോൾട്ടേജും ഇൻ ഫേസ് ആണ് നമ്മൾ പറഞ്ഞു. പിന്നെ കറണ്ടിനെ അല്ലെങ്കിൽ ഫ്ലോ ഓഫ് ചാർജ്, കറണ്ടിനെ റെസിസ്റ്റ് ചെയ്യുന്ന, തടസ്സപ്പെടുത്തുന്ന പാരാമീറ്ററാണ് ഇവിടെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇതേ കാര്യം ഒരു ഇൻഡക്റ്റൻസോ കപ്പാസിറ്ററോ ആണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നത് റിയാക്റ്റൻസ് എന്നാണ്. അപ്പോൾ റിയാക്റ്റൻസ് 2 തരത്തിലുണ്ട്. ഒന്ന് ഇൻഡക്റ്റീവ്, മറ്റൊന്ന് കപ്പാസിറ്റീവ്. ഓക്കെ, കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് നമ്മൾ XL എന്നും കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് നമ്മൾ XC എന്നും വിളിക്കും. XL ഈസ് ഒമേഗ ഇൻറ്റു L, XC ഈസ് 1/ω/C. ഇവിടെ നമ്മൾ പ്രധാനപ്പെട്ട വ്യത്യാസം ശ്രദ്ധിക്കണം. ഒമേഗയ്ക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്. എന്നാൽ അതേ സ്ഥാനത്ത് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒമേഗയ്ക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതിൻ്റെ അർത്ഥം അപ്ലൈ ചെയ്ത വോൾട്ടേജിൻ്റെ ഫ്രീക്വൻസി കൂടുമ്പോൾ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് അതിനനുസരിച്ച് കൂടും. എന്നാൽ ഫ്രീക്വൻസി കൂടുമ്പോൾ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് കുറയുകയാണ് ചെയ്യുക. റിയാക്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആ കറണ്ടിന് എത്രത്തോളം തടസ്സം സൃഷ്ടിക്കുന്നുള്ളതാണ്. അപ്പോൾ AC വോൾട്ടേജിൻ്റെ ഫ്രീക്വൻസി കൂടുന്തോറും ഇൻഡക്റ്റൻസ് അതിന് സൃഷ്ടിക്കുന്ന തടസ്സവും പ്രൊപ്പോർഷണലായിട്ട് കൂടിക്കൊണ്ടിരിക്കും. എന്നാൽ കപ്പാസിറ്റർ ആണെങ്കിൽ തിരിച്ചാണ്. ഫ്രീക്വൻസി കൂടുമ്പോൾ അതിൻ്റെ റിയാക്റ്റൻസ് കുറഞ്ഞാണ് വരിക. അപ്പോൾ അതിൻ്റെ അർത്ഥം ഫ്രീക്വൻസി കൂടിയ AC വോൾട്ടേജ് ആണെങ്കിൽ അത് കപ്പാസിറ്ററിലൂടെ ഈസി ആയിട്ട് കടന്നു പോകും. എന്നാൽ ഇൻഡക്റ്റൻസിലൂടെ അത് കൂടുതൽ ബുദ്ധിമുട്ടി മാത്രമേ കടന്നു പോവുകയുള്ളൂ. എന്നാൽ റെസിസ്റ്റൻസിലേക്ക് വന്നാലോ ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഫ്രീക്വൻസി എന്ന് കാണാം. പ്യുവർലി റെസിസ്റ്റൻസ് സർക്യൂട്ട് ആണെങ്കിൽ അത് അപ്ലൈഡ് വോൾട്ടേജിന്റെ ഫ്രീക്വൻസി ഡിപ്പെൻഡ് ചെയ്യുന്നതേ ഇല്ല. എന്നാൽ കപ്പാസിറ്ററും ഇൻഡക്ടറും അപ്ലൈഡ് വോൾട്ടേജിന്റെ ഫ്രീക്വൻസിയെ ഡിപ്പെൻഡ് ചെയ്യും. ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാമല്ലോ. DC എന്ന് പറയുന്നത് ω0 ആയിട്ടുള്ള AC ആണ്. എങ്കിൽ ഒരു AC വോൾട്ടേജിന്റെ ഫ്രീക്വൻസി കുറച്ച് നിങ്ങൾ 0 ആക്കി കഴിഞ്ഞാൽ അത് DC ആയിട്ട് മാറും. അപ്പോൾ DC ആയിട്ട് മാറുമ്പോൾ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ഇൻഫിനിറ്റി ആവും, അല്ലെ? ω0 ആകുമ്പോൾ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ഇൻഫിനിറ്റി ആവും. അതുകൊണ്ടാണ് കപ്പാസിറ്ററിൽ കൂടി DC കടന്നു പോകില്ല എന്ന് നമ്മൾ പറയുന്നത്. എന്നാൽ അതേസമയം ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് 0 ആവും. അതിനർത്ഥം DCക്ക് ഇൻഡക്ടർ റിയാക്റ്റൻസ് ഓഫർ ചെയ്യുന്നില്ല. അതുകൊണ്ട് DC വോൾട്ടേജ് നമ്മൾ ഇൻഡക്റ്റൻസിന് അക്രോസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻഡക്ടർ അതിന് പ്രത്യേകിച്ച് റെസിസ്റ്റൻസ് ഒന്നും അല്ലെങ്കിൽ റിയാക്റ്റൻസ് ഓഫർ ചെയ്യുന്നില്ല, തടസ്സം സൃഷ്ടിക്കുന്നില്ല. അപ്പോൾ ഈ വ്യത്യാസം കൂടി നമ്മളിവിടെ ശ്രദ്ധിക്കണം. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി, കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ഈസ് ഡയറക്ട്ലി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി. ഫ്രീക്വൻസി കൂടുന്തോറും കപ്പാസിറ്റർ ആ AC വോൾട്ടേജിൽ AC കറണ്ടിനെ കൂടുതൽ എളുപ്പത്തിൽ കടത്തിവിടുകയാണ് ചെയ്യുക. എന്നാൽ ഇൻഡക്ടർ ആണെങ്കിൽ അത് കൂടുതൽ ബുദ്ധിമുട്ടിയായിരിക്കും ആ AC വോൾട്ടേജ് കറണ്ടിനെ കടത്തിവിടുന്നത്. അപ്പോൾ 3 കമ്പോണൻസും ഈ AC കണ്ടീഷൻസിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഇവയുടെ കോമ്പിനേഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അത് നമുക്കിനി അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ബൈ.